അപ്പോൾ ഈ പെരുന്നാളിന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ പെരിഞ്ചീരക പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പകുതി നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കാശ്മീരി മുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മുളക് പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ മല്ലിയും 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ഞാൻ ചൂടായപ്പോൾ ഞാനൊന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. ഇത് പാകമാകുമ്പോൾ കുരുമുളകെല്ലാം പൊട്ടി നല്ലൊരു മണം വരും. അപ്പം മതിയാക്കിയാൽ മതി. നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വറുത്തത് കോരിയതിന് ശേഷം ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇറച്ചി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒരു 3/4 വേവ് മതി. അപ്പോൾ ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഒന്ന് പൊടിച്ചതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ അത് വെന്തിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചൂട് ചോറിൻ്റെയും പലഹാരത്തിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കനാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഈ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ രീതിയിൽ വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ചെണ്ണ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ഒരു സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ അരിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കാസ്റ്റേൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. അപ്പോൾ ഈ രീതിയിലൊന്ന് റോസ്റ്റായി വരുമ്പം തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് കഴിയുക കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത്തിരി കരിയേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇറച്ചി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് പകുതി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചപ്പം പകുതി നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ പകുതിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു നാരങ്ങയുടെ നീരാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.